ഉച്ചക്ക് 12 മണി ആയ സമയത്ത് ബസ് ഇറങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് പിന്നെ അവിടുന്നും അറിയാതെ അവിടുന്നും ഒരു 4-5 കിലോമീറ്റർ പിന്നെയും പോകണം. അങ്ങനെ അവിടെ നിന്ന് അവരിറങ്ങിയത് അന്ന് വൈറ്റ് ഫീൽഡിലാണ് ഇറങ്ങിയത്. ആക്ച്വലി അടുകൊടിക്ക് പോകേണ്ടതിന് പകരം വൈറ്റ് ഫീൽഡിൽ ബസ് ഇറങ്ങിപ്പോയി. മണിപ്പാലിന് ഡോക്ടർ ഇതൊക്കെ ചെക്കപ്പ് ചെയ്തിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മമ്മയ്ക്ക് ക്യാൻസറാണ്, 3ാമത്തെ സ്റ്റേജ് 3rd സ്റ്റേജൊക്കെ എത്തിയിരിക്കുന്നു. ഇനി എൻ്റെ അടുത്ത് പറഞ്ഞു ഷീ ക്യാൻ ലീവ് ഓൺലി ഫോർ 2 or 3 months മാക്സിമം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം, ഞാനിത് അമ്മമ്മയോട് എങ്ങനെ പറയും? ഭഗവാൻ മുമ്പിൽ ഉള്ള ഫോട്ടോയിൽ നോക്കിയിട്ട് അമ്മമ്മ പറഞ്ഞു സ്വാമി ഇത് നോക്കൂ, ഇതെനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. അത് പറഞ്ഞ് ആ സെക്കൻഡിൽ ഈ ഇത് ഇങ്ങനെ ടപ്പ് എന്ന് പറഞ്ഞ മുകളിലേക്ക് തുറന്നു വന്നു. അത് ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഞാനും എൻ്റെ അമ്മയും കൂടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭഗവാനുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ അഭിമുഖത്തിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1979 ഭഗവാന്റെ അവസാനത്തെ സമ്മർ ക്യാമ്പ്, അവസാനത്തെ പറഞ്ഞാൽ പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ബേസിൽ അവസാനത്തെ സമ്മർ ക്യാമ്പ് നടന്നത് 79. അതിന് ശേഷം നടന്നതൊക്കെ ഭഗവാന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 79 സമ്മർ ക്യാമ്പിൽ കേരളത്തിൽ നിന്ന് 9 പേരുണ്ടായിരുന്നു. അതിലൊരാളായിട്ട് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഭഗവാന്റെ കൂടെ 1.5 മാസത്തോളം ബൃന്ദാവനത്തിൽ താമസിക്കാനും ഭഗവാനുമായി ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ ഭാഗ്യം സിദ്ധിച്ചൊരു 1.5 മാസമായിരുന്നു 79 മെയ് സമ്മർ കോഴ്സിൽ. മെയ് മുതൽ ജൂൺ അവസാനം വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു പ്രായം 17 വയസ്സുള്ള സമയം. അപ്പോൾ എന്നെ ഒന്ന് കാണാനായിട്ട് ഇടയിൽ എൻ്റെ അമ്മയും അച്ഛനും കാഞ്ഞങ്ങാട് നിന്ന്, കേരളത്തിൽ കാഞ്ഞങ്ങാടാണ് ഞങ്ങളുടെ വീട്, കാഞ്ഞങ്ങാട് നിന്ന് അവർ ബാംഗ്ലൂരിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അന്നുണ്ടായ ഒരു അനുഭവം എൻ്റെ അമ്മ ഷെയർ ചെയ്യുക. അമ്മ പറഞ്ഞോളൂ. സായിരാം. ഞാനും പ്രഭാകരൻ്റെ അച്ഛനും കൂടി സ്വാമിയുടെ ഭഗവാന്റെ വൃന്ദാവനത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഉച്ചക്ക് 12 മണി ആയ സമയത്ത് ബസ് ഇറങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് പിന്നെ അവിടുന്നും അറിയാതെ അവിടുന്നും ഒരു 4-5 കിലോമീറ്റർ പിന്നെയും പോകണം. അങ്ങനെ അവിടെ നിന്ന് അവരിറങ്ങിയത് അന്ന് വൈറ്റ് ഫീൽഡിലാണ് ഇറങ്ങിയത്. ആക്ച്വലി അടുകൊടിക്ക് പോകേണ്ടതിന് പകരം വൈറ്റ് ഫീൽഡിൽ ബസ് ഇറങ്ങിപ്പോയി. പറഞ്ഞോളൂ. അവിടുന്ന് 12 മണി സമയം നടന്ന് പോയി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ റോഡിൽ കിടന്നു കഴിഞ്ഞിട്ട് സ്വാമീനെ വിളിച്ചു. അപ്പോഴേക്ക് സ്വാമിയുടെ കാറ് കൊണ്ടുവന്നു. എന്നെ എടുത്ത് കാറിൽ ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു കാറ് വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവരോട് ചോദിച്ചു കാറ് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കാറിൽ കയറിയിട്ട് വിട്ടു. 2-3 മണിക്കൂർ കഴിഞ്ഞു. അത് സ്വാമിയുടെ കാറെന്നൊന്നും നമുക്കറിയുന്നില്ലല്ലോ. അങ്ങനെ നേരെ സ്വാമി കാറ് പോകുന്ന ഗേറ്റ് തുറന്ന് സ്വാമിയുടെ ഭഗവാന്റെ ആശ്രമത്തിന് മുമ്പിൽ നിർത്തി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് നമ്മളെ ഭഗവാന്റെ കാറാണെന്ന്. അങ്ങനെ ഞാൻ വിളിക്കുന്ന സമയത്ത് എൻ്റെ സ്വാമി ഓടിയെത്തി ഭഗവാനെ. അങ്ങനെ അമ്മയച്ഛനോട് വന്ന് താമസിക്കാനും എന്നെ ദർശിക്കാനും ഒക്കെ സാധിച്ച ആദ്യത്തെ ഒരു അനുഭവമാണ്. അമ്മയുടെ ഭഗവാൻ ആ വിളി കേട്ട ഉടനെ സ്വാമി കാർ അയച്ചു എന്നുള്ളതാണ് ഇതിലത്തെ അത്ഭുതം. ഞങ്ങൾക്ക് അത്ഭുതം പറഞ്ഞ് വിശ്വസിക്കാൻ സാധിച്ചില്ല അന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. സ്വാമിയുടെ കാറ് കൊടുത്തയക്കുമെന്ന്, ഡ്രൈവറെ വെച്ച് കൊടുത്തയക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ അമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ വളരെ പരമഭക്തിയാണ്. നാരായണി അമ്മ എന്നാ പേര്. ദേവീ ഭക്തിയാണ്. അപ്പോൾ ഭഗവാനെ പ്രശാന്തിലത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഭഗവാനെ അമ്മ എന്നാണ് വിളിക്കുക ഭഗവാനെ. അപ്പോൾ അമ്മ എന്നുള്ള നിലയിലാണ് എല്ലാ ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. ദേവീ ഭക്ത, സ്വാമി ദേവി എന്നുള്ള സങ്കല്പത്തിലാണ് അമ്മമ്മ ആരാധിക്കുന്നത്. അപ്പോൾ അമ്മമ്മയ്ക്ക് പെട്ടെന്ന് ഈ നാവിന് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് സംഭവിച്ചപ്പോൾ ഞാൻ അമ്മമ്മയും കൂട്ടിയിട്ട് ഡോക്ടറെ കാണാൻ പോയി. അമ്മമ്മ ഈ പണ്ടത്തെ മുറുക്കുന്ന സ്വഭാവം, വെറ്റില മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മമ്മയും കൂട്ടിയിട്ട് ഡോക്ടർ മണിപ്പാലിൽ ആണ് പോയത്.
മണിപ്പാലിന് ഡോക്ടർ ഇതൊക്കെ ചെക്കപ്പ് ചെയ്തിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മമ്മയ്ക്ക് ക്യാൻസറാണ്, നാവിൽ ക്യാൻസർ വളരെ സ്റ്റേജ് കൂടിയിരിക്കുന്നു, 3ാമത്തെ സ്റ്റേജ് 3rd സ്റ്റേജൊക്കെ എത്തിയിരിക്കുന്നു. ഇനി എൻ്റെ അടുത്ത് പറഞ്ഞു ഷീ ക്യാൻ ലീവ് ഓൺലി ഫോർ 2 or 3 months മാക്സിമം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം, ഞാനിത് അമ്മമ്മയോട് എങ്ങനെ പറയും? അമ്മമ്മയ്ക്ക് അപ്പോൾ 62 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ പറയും അമ്മമ്മയോട്? വളരെ വിഷമിച്ച് അമ്മമ്മയും കൂട്ടി തിരിച്ച് നാട്ടിൽ വന്നു. അമ്മമ്മയോട് അതൊക്കെ നമുക്ക് ഡൽഹിയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. അമ്മാമൻ ഡൽഹിയിലാണ്, അമ്മയുടെ ഒരു മകൻ. അപ്പോൾ ഡൽഹിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മമ്മയ്ക്ക് ഒരേ വാശിയായിരുന്നു, എനിക്ക് എവിടെ പോകുന്നതിന് മുമ്പ് എൻ്റെ സ്വാമിയെ കാണണം, എൻ്റെ അമ്മയെ കാണണം, എനിക്കെൻ്റെ സ്വാമിയെ കാണണം എന്നുള്ള വാശിയായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞു ശരി, അമ്മമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് അമ്മയും അച്ഛൻ എല്ലാവരും കൂടിയിട്ട് പുട്ടപർത്തിയിലേക്ക് പ്രശാന്ത നിലയത്തിലേക്ക് വന്നു. ഇത് 82-ലാണ്, 1982-ലാണ് ഈ സംഭവം നടന്നത്. ബാക്കി അമ്മ പറയാം. അങ്ങനെ പോയ സമയത്ത് പ്രശാന്തി നിലയത്തിൻ്റെ മുമ്പിൽ ഇരുന്ന സമയത്ത് അമ്മ ദേവി മഹാത്മ്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ ശബ്ദിക്കണ്ട, സ്വാമി ശബ്ദിക്കാൻ പാടില്ല. സ്വാമി നടന്ന് വഴി വന്ന് എൻ്റെ അടുത്തെത്തി. സ്വാമി പറഞ്ഞു അമ്മയും കൂട്ടി ആ വരാന്തയിൽ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയും കൂട്ടി വരാന്തയിൽ പോയിരുന്ന് സ്വാമി ഞങ്ങളെ പ്രഭാകരൻ്റെ അച്ഛനെയും കൂട്ടി ദർശനത്തിന് ഇൻ്റർവ്യൂ റൂമിൽ പോയി വാതിലടിച്ചു. ഭഗവാന്റെ പാദത്തിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ 3 പേരും ഇരുന്നു. സ്വാമി ആ സമയത്ത് എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വാമിയുടെ കാലിന് മുഖം അരച്ച് സ്വാമി ദേവി മഹാമായേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോരയും ചലുവും എല്ലാം ഭഗവാന്റെ പാദത്തിലും ഈ ഭഗവാന്റെ ഡ്രസ്സിലും എല്ലാം ആയി. ഭഗവാൻ അത്ര സമയം അമ്മയുടെ തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു. അതുമാത്രമല്ല ഭഗവാന്റെ കർച്ചീഫ് എടുത്ത് അമ്മേരെ ഇത് മുഴുവനും തുടച്ചു കളഞ്ഞു. വായെല്ലാം തുടച്ചു കളയുമ്പോഴേക്ക് ഭഗവാന്റെ കണ്ണിന്ന് ലേശം വെള്ളം ഇങ്ങനെ വീഴുന്നു.